ഹായ് മക്കളെ, ദിവ്യാസ് ലേണിംഗ് അക്കാഡമിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. പുതിയ അധ്യായം എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് നമ്മൾ പതുക്കെ അധ്യായങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോവൽ എന്ന് പറയുമ്പോഴത്തേന് വലിയൊരു പുസ്തകമാണ്. ഒരു ചെറിയ കവിത പഠിക്കുന്ന പോലെയോ ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു ഗദ്യം പഠിക്കുന്നത് പോലെയോ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പുസ്തകം കാണുമ്പോഴേ നിങ്ങൾ പേടിക്കും, അയ്യോ ഇത്രയും വലിയൊരു നോവലാണ്, ഞങ്ങളിത് എങ്ങനെയാണ് പഠിക്കുക? ഇതിൻ്റെ ഓരോ അധ്യായത്തിലെയും പേരുകളും അക്കാലത്തെ ആ കഥാസന്ദർഭങ്ങളും ഒക്കെ വായിക്കുമ്പോൾ പല കുട്ടികളും വിഷമിക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അത് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഈ അധ്യായങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്ന് കരുതിക്കൊണ്ട് ആരംഭിക്കാം. നമ്മൾ പഠിക്കുന്ന നോവൽ എഴുതിയത് വളരെ പ്രസിദ്ധനായ മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദനാണ്. അദ്ദേഹം മയ്യഴിയിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ്. അതുമാത്രമല്ല, ഫ്രഞ്ചുകാർ മയ്യഴി കീഴടക്കി മയ്യഴിയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി വളരെ കാലം അവിടെ ജീവിക്കുകയും അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തപ്പോഴൊക്കെ അനുഭവസ്ഥനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ് എം മുകുന്ദൻ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ മയ്യഴിയുടെ കഥാകാരൻ എന്നാണ് വിളിപ്പേരിട്ട് വിളിക്കുന്നത്. അദ്ദേഹം വളരെ കാലം ഡൽഹിയിലായിരുന്നു. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന മറ്റൊരു പ്രസിദ്ധമായ കൃതി എഴുതിയിട്ടുണ്ട്. ഈ കൃതികളൊക്കെ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള കൃതികളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഈ മയ്യഴിയുടെ കഥ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട എൻ്റെ മക്കൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, കഥയുടെ പശ്ചാത്തലം അല്ലെങ്കിൽ ഈ നോവലിൻ്റെ പശ്ചാത്തലം. നോവൽ എഴുതിയ കാലഘട്ടം നിങ്ങളുടെ ജീവിത കാലഘട്ടങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ നിന്നും അല്ലെങ്കിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്നും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ വന്നതുപോലെ തന്നെ ഇവിടെ വന്ന മറ്റു ചില രാജ്യക്കാരുണ്ട്. അതിൽ ഒരു വിഭാഗക്കാരാണ് ഫ്രഞ്ചുകാർ. അവരുടെ കഥയാണ് നമ്മൾ ഇതിനകത്ത് എം മുകുന്ദൻ നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. അവരെങ്ങനെയായിരുന്നു, അവരുടെ ജീവിതശൈലി എന്തായിരുന്നു, ആ കാലഘട്ടത്തിൽ ഈ മയ്യഴി എന്ന് പറയുന്ന ഇപ്പോഴത്തെ പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശമാണ്. മുമ്പ് അത് മാഹി എന്ന പേരിൽ അല്ലെങ്കിൽ മയ്യഴി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇപ്പോഴും മാഹി എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ നദീതീരത്തോട് ചേർന്ന് ഇപ്പോഴും നമുക്ക് പോയാൽ കാണാം ഫ്രഞ്ചുകാരുടെ തിരുശേഷിപ്പുകൾ. അല്ലെങ്കിൽ അവർ വന്ന് നമ്മളെ കീഴടക്കി കച്ചവടക്കാരായിട്ട് വന്ന് നമ്മുടെ നാട്ടിൽ അധിവസിച്ച് നമ്മുടെ നാട്ടിൽ ജീവിച്ച് വർഷങ്ങളോളം 30, 40, 50 വർഷങ്ങളോളം ജീവിച്ച് ഈ നാടിൻ്റെ ഭാഗമായിട്ടാണ് അവർ ജീവിച്ചത്. അതുകൊണ്ട് അവർക്ക് പോകാനേ മടിയായിരുന്നു ഇവിടുന്ന്. അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴൊന്നും അവർ പോയില്ല. 1947 ശേഷം ഇന്ത്യൻ യൂണിയനിൽ അവർ ലയിക്കുന്ന വർഷങ്ങൾക്ക് ശേഷമാണ്. അതൊരു പ്രത്യേക ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ യൂണിയന് വിട്ടുകൊടുത്തതാണ് മയ്യഴി. അങ്ങനെ മയ്യഴി പോണ്ടിച്ചേരിയായിട്ട് കേന്ദ്രഭരണ പ്രദേശമായി. അതവിടെ നിൽക്കട്ടെ, അത് രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഈ നോവലിലെ കഥാപാത്രങ്ങളിൽ നായകൻ എന്ന് പറയുന്നത് ദാസൻ എന്ന് പറയുന്ന ഒരാളാണ്. ദാസനെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. നോവലിൻ്റെ ആരംഭത്തിൽ ദാസനില്ല. ദാസൻ്റെ അമ്മുമ്മ കൊറമ്പിയമ്മ എന്നാണ് ആ വൃദ്ധയുടെ പേര്. അവരുടെ ഭർത്താവ് കേളുവച്ചൻ. ഇപ്പോൾ രണ്ടുപേരും നിങ്ങൾ പഠിച്ചു. ദാസൻ്റെ അമ്മുമ്മയും ദാസൻ്റെ അച്ഛനും. ദാസൻ്റെ അച്ഛനായിട്ട് വന്നത് ദാമൂറൈറ്റർ എന്ന് പറയുന്ന ആളാണ്. അത് കേളുവച്ചൻ്റെയും കൊറമ്പിയമ്മയുടെയും മകനാണ്. ഈ ദാമൂറൈറ്ററുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള കൗസുവിൻ്റെയും മകനാണ് ദാസൻ. അപ്പോൾ ഒരു വീട്ടിലെ 5 പേരെ നമ്മൾ കണ്ടു. 1 കൊറമ്പിയമ്മ, 2 അവരുടെ ഭർത്താവായ കേളുവച്ചൻ, 3 അവരുടെ മകനായ ദാമുവിൻ്റെ ഭാര്യയായ കൗസു, ദാമുവിൻ്റെയും കൗസുവിൻ്റെയും മകനായ ദാസൻ. അങ്ങനെ 5 പേർ. ദാമുവിനൊരു സഹോദരി കൂടിയുണ്ട്, ഗിരിജ.
അങ്ങനെ ആകുമ്പോൾ ആ വീടിൻ്റെ ഏതാണ്ട് പൂർണ്ണ ചിത്രം നമുക്ക് കിട്ടി. 5 പേരും 6 പേര് ആ വീട്ടിലെ ഒരു സംഭവ വികാസങ്ങളോടുകൂടിയാണ് നോവൽ ആരംഭിക്കുന്നത്. ഇവിടുത്തെ പശ്ചാത്തലം കൂടാതെ ഫ്രാൻസിൽ നിന്നും വന്ന് ഇവിടെ താമസിക്കുന്ന തനി സായിപ്പന്മാരുണ്ട്, അതുപോലെ സങ്കരവർഗ്ഗക്കാരുണ്ട്. ഇന്ത്യയിലെ ആളുകളും ഫ്രാൻസിലെ ആളുകളും പരസ്പരം വിവാഹം കഴിച്ച പ്രകാരത്തിലുണ്ടാകുന്ന സങ്കരവർഗത്തിൽപ്പെട്ട ആളുകൾ. അവരിൽ പലരും ഫ്രാൻസുകാർ വന്ന് കച്ചവടക്കാരായിട്ട് വന്നതിന് ശേഷം അവരുടെ മതം സ്വീകരിക്കുകയും ഫ്രാൻസിൽ പോയി വിദ്യാഭ്യാസം നേടുകയും ഉപരിപഠനത്തിന് ശേഷം അവരുടെ തന്നെ ഉദ്യോഗസ്ഥന്മാരായി ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. എന്തിനാ ഇവിടെ ഉള്ളവരെ അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ച് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാക്കിയെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. കാരണം നാട്ടിനെ അല്ലെങ്കിൽ നാട്ടുകാരെ അറിയുന്ന ആളുകൾ ഇവിടെ ഭരിച്ചില്ലെങ്കിൽ ഫ്രാൻസുകാരുടെ ഭാഷയും നമ്മുടെ ഭാഷയും വ്യത്യാസമുണ്ട്. നമ്മുടെ ആളുകൾക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. നമ്മുടെ ആളുകൾ സംസാരിക്കുന്നത് തനി മലയാളമാണ്. ഈ മലയാളികളെ ഭരിക്കണമെങ്കിൽ മലയാളികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ തന്നെ വേണം. അങ്ങനെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ആളായിട്ടുള്ള മേയർ എന്ന് പറയുന്ന ആ സ്റ്റേറ്റിൻ്റെ, ഇപ്പോൾ ഈ മയ്യഴിയുടെ മേയറായിരുന്ന ചെക്കുമൂപ്പർ എന്ന് പറയുന്ന ആളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അയാൾ സങ്കരവർഗ്ഗക്കാരനാണ്, പകുതി ഇന്ത്യനാണ്, പകുതി ഫ്രാൻസാണ്. പിന്നെ വേറൊരാളെ പറയുന്നത് ആന്ത്രോത്ത് കുഞ്ഞിക്കണ്ണേൻ എന്ന് പറയുന്ന ആളാണ്. അയാളും ഫ്രാൻസിൻ്റെ ഉദ്യോഗസ്ഥനാണ്, പകുതി മലയാളിയും പകുതി ഫ്രാൻസുകാരനുമാണ്. അപ്പോൾ നമ്മൾ 2 കഥാപാത്രങ്ങളെ ഈ പറഞ്ഞ ഫ്രാൻസുകാരുടെ നേതാക്കന്മാരിൽ നിന്നും പഠിച്ചു കഴിഞ്ഞു. ചെക്കുമുപ്പർക്ക് സ്വന്തമായിട്ട് കാറുണ്ട്. അയാൾ ഫ്രാൻസിൽ നിന്ന് കാറ് കൊണ്ടുവന്നപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം വളരെ അത്ഭുതത്തോടുകൂടി കാറ് കാണാൻ തുറമുഖത്ത് പോയിരുന്നു. ചെക്കുമുപ്പർ വലിയ ഉദ്യോഗസ്ഥനായിട്ടാണ് വന്നത്. അവിടെ 10-30 വർഷം താമസിച്ച് പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശരിക്കും പറഞ്ഞാൽ അയാൾ ശരിക്കും ഫ്രാൻസുകാരൻ തന്നെ, പകുതി മലയാളിയാണെങ്കിലും. ആന്ത്രോത്ത് കുഞ്ഞിക്കണ്ണന് കുതിരവണ്ടിയാണുള്ളത്. ബാക്കിയുള്ളവർക്കെല്ലാം കുതിരവണ്ടിയാണ്. ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള താഴെയുള്ളവർക്കൊക്കെ കുതിരവണ്ടിയാണ്. അതിൽ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട വേറൊരാളാണ് ലെസ്ലി സായിവ് എന്ന് പറയുന്ന ആൾ. ലെസ്ലി സായിവ് തനി ഫ്രാൻസുകാരനാണ്. ലെസ്ലി സായിവിനെ ആ പ്രദേശത്തെ പെണ്ണുങ്ങളെല്ലാം കാമിച്ചിരുന്ന ഒരു സുന്ദരനായ ഫ്രാൻസുകാരനാണ്. അവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഇയാളെ കാണാൻ. അയാളുടെ ചുരുണ്ട തലമുടിയും അയാളുടെ സുന്ദരമായ കണ്ണുകളും നിറവും ഒക്കെ രഹസ്യമായിട്ട് അവിടുത്തെ സ്ത്രീകളൊക്കെ ആരാധിച്ചിരുന്നു. ആദ്യം നമ്മൾ കണ്ട ദാസൻ്റെ അമ്മമ്മയായ കൊറമ്പിയമ്മ ലെസ്ലി സായിവുമായി വളരെ സൗഹൃദത്തിലായിരുന്നു. ലെസ്ലി സായിവ് കുതിരവണ്ടി ഓടിച്ച് പോകുമ്പോൾ കൊറമ്പിയമ്മയുടെ വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് കൊറമ്പി ഇച്ചിരി പൊടി തരുമോ എന്ന് ചോദിക്കും. അത് ഈ കഥയുടെ നോവലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു വാചകമാണ്. കൊറമ്പി ഇത്തിരി പൊടി തരുമോ, പിന്നെന്താ സായിവേ തരാലോ. എല്ലാ ദിവസവും ഇങ്ങനെ സായിബ് ചോദിക്കുകയുള്ളൂ. അത് കുതിരവണ്ടി നിർത്തിയിട്ട് ഈ സാധാരണക്കാരിയായ കൊറമ്പിയമ്മയുടെ വീട്ടിൽ വന്നിട്ടാണ് ചോദിക്കുക. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായത്, ലെസ്ലി സായിവ് ആ നാട്ടിലെ പാവപ്പെട്ടവരോട് വളരെയേറെ ഇടപഴകി ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ക്ലെയ്മാം സായിവ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ ലെസ്ലി സായിവ് അതിലൊരു ഉദ്യോഗസ്ഥനാണ്, മേയറുടെ താഴെയുള്ളൊരു വലിയ ഉദ്യോഗസ്ഥനാണ്. ആന്ത്രോത്ത് കുഞ്ഞിക്കണ്ണേൻ വലിയ ഉദ്യോഗസ്ഥനാണ്, ചെക്കുമൂപ്പർ മേയറാണ്. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ ഈ പറഞ്ഞ ലെസ്ലി സായിവിൻ്റെ അച്ഛൻ ക്ലെയ്മാം സായിവ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ കഥാപാത്രത്തെയും നമ്മൾ മറന്നു പോകരുത്. ക്ലെയ്മാം സായിവ് അദ്ദേഹം അവിടെ വീഞ്ഞ് കച്ചവടക്കാരനാണ്. അവിടെയുള്ള സായിപ്പന്മാർക്കൊക്കെ രാത്രിയിലും പകലുമൊക്കെ വീഞ്ഞ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നയാളാണ് ഈ പറഞ്ഞ ക്ലെയ്മാം സായിവ്. അപ്പോൾ ക്ലെയ്മാം സായിവ് വർഷങ്ങളായിട്ട് ഫ്രാൻസിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നു. അദ്ദേഹത്തിന് ഇവിടെ വെച്ച് ലെസ്ലി സായിവ് എന്ന് പറയുന്ന മകനുണ്ടാകുന്നു. ആ മകനെ ഫ്രാൻസിൽ അയച്ച് പഠിപ്പിക്കുന്നു. അയാൾ തിരിച്ച് ഇന്ത്യയിൽ തന്നെ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നു. ഇതാണ് കഥാസന്ദർഭം. അപ്പോൾ നമ്മൾ പഠിച്ച കഥാപാത്രങ്ങളെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. ഒന്നാമത്തേത് കൊറമ്പിയമ്മ, കൊറമ്പിയമ്മയുടെ ഭർത്താവ് കേളുവച്ചൻ, അവരുടെ 2 പേരുടെയും മകനായി ജനിച്ച ദാമു റൈറ്റർ ഈ ഫ്രാൻസിലെക്കാരുടെ ഒരു ഗുമസ്തപ്പണി ഉദ്യോഗസ്ഥനാണ് ദാമു റൈറ്റർ എന്ന് പറയുന്നത്. അയാൾ പ്രായമായപ്പോൾ അദ്ദേഹം കൗസു എന്ന് പറയുന്ന സ്ത്രീ വിവാഹം കഴിച്ചു.
അങ്ങനെ 4 പേരായി. ആ 4 പേർക്കൊരു മകനുണ്ടായി. അവൻ്റെ പേര് ദാസൻ എന്നാണ്. അവനൊരു സഹോദരിയുണ്ട്, ഗിരിജ. അങ്ങനെ 5-6 പേരുള്ള ആ കുടുംബത്തെ പരിചയപ്പെട്ടു. നമ്മൾ ഈ പറഞ്ഞ ചെക്കുമൂപ്പരെ കണ്ടു, ആന്ത്രോത്ത് കുഞ്ഞിക്കണ്ണനെ കണ്ടു, ക്ലെയ്മാം സാഹിബും അദ്ദേഹത്തിൻ്റെ മകനായ ലെസ്ലി സാഹിബിനെയും പരിചയപ്പെട്ടു. ലെസ്ലി സാഹിബിൻ്റെ ഒരു ഭാര്യയുണ്ട്, അവരുടെ പേര് മിസ്സി എന്നാണ്. അപ്പോൾ ലെസ്ലി സാഹിബിൻ്റെ ഭാര്യ ലെസ്ലി സാഹിബിനെ വിവാഹം കഴിക്കാൻ ഒത്തിരി പെൺകുട്ടികൾ ആഗ്രഹിച്ചു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ മിസ്സി എന്ന് പറയുന്ന ഗസ്തോൻ സാഹിബിൻ്റെ മകൾക്കാണ് ഭാഗ്യം ഉണ്ടായത്. അവളും സുന്ദരിയായിരുന്നു, തനി ഫ്രാൻസുകാരിയാണ്. അവളെ വിവാഹം കഴിച്ചു. അപ്പോൾ ദാമു റൈറ്റർ കൗസുവിനെ വിവാഹം കഴിച്ച അതേ കാലയളവിൽ തന്നെയാണ് ലെസ്ലി സാഹിബ് മിസ്സി എന്ന് പറയുന്ന ഫ്രാൻസുകാരി സുന്ദരിയെ വിവാഹം കഴിച്ചത്. അപ്പോൾ അതിൽ തുടങ്ങുന്ന ഈ നാടിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ 2 കഥാപാത്രത്തെ കൂടി ഇന്ന് നമുക്ക് പരിചയപ്പെടാം. 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നിരന്തരമായി ഈ രംഗത്ത് വരുന്നത് കുഞ്ചക്കൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. കാലിനൊരു അല്പം നീളക്കുറവുള്ള കുഞ്ചക്കൻ്റെ പണി എന്ന് പറയുന്നത് ആ നിരത്തിലെ വിളക്കുകളൊക്കെ തെളിക്കുന്ന ജോലിയാണ്. എങ്ങനെ നിരത്തിലെ വിളക്ക് തെളിക്കുക? അന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. പിന്നെ ഉള്ളത് എണ്ണയൊഴിച്ച് കത്തിക്കുന്ന വിളക്കുകളാണ്. ആ വിളക്ക് തെളിക്കുന്നതിന് ഒരു ഏണിയും തോളിൽ വെച്ച് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും രാവിലെയുമായിട്ട് വിളക്കുകളുടെ മെയിൻ്റനൻസ് മാത്രം ചെയ്യുന്ന കുഞ്ചക്കൻ ഈ കഥയുടെ, ഈ നോവലിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് കുഞ്ചക്കൻ എന്ന് പറയുന്ന കഥാപാത്രം. ഈ കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്ന അതിനിടയിൽ വേറൊരാളെ കൂടി നമ്മൾ ഇടയ്ക്ക് കാണുന്നുണ്ട്. നോവലിൻ്റെ ആദ്യ പാദങ്ങളിൽ കാണുന്ന മറ്റൊരാളെന്ന് പറയുന്നത് മലയൻ കടുങ്ങൻ എന്ന് പറയുന്നൊരു മന്ത്രവാദിയാണ്. അപ്പോൾ നമ്മൾ കുഞ്ചക്കനെ കണ്ടു. കുഞ്ചക്കൻ എന്ന് പറയണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, വിളക്ക് തെളിക്കുന്ന ആളാണ്. ആ തെരുവിലൂടെ നടന്ന് വിളക്ക് തെളിക്കുന്ന ആളുടെ പേരാണ് കുഞ്ചക്കൻ. അയാളുടെ കാലിനൊരു അല്പം നീളക്കൂടുതലുണ്ട്. ഒരു ഏണി തോളിൽ വെച്ച് ഒരു വശം ചരിഞ്ഞ് ഇങ്ങനെ ആടി ഒരു പാട്ടവിളക്കിൽ എണ്ണയുമായിട്ട് ഇങ്ങനെ കുഞ്ചക്കൻ ഓരോ വിളക്കിൻ്റെ ചുവട്ടിലും ചെല്ലും. ആ വിളക്ക് കാലിൽ ഏണി ചാരും. ഏണിയിൽ കയറി നിന്ന് അതിൽ എണ്ണയൊഴിക്കും. എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കും. ഓരോ പ്രഭുക്കന്മാരുടെയും വീടിൻ്റെ വാതുക്കൽ പ്രധാനമായും പുലരുവോളം എന്ത് ചെയ്യണം? എണ്ണ വിളക്കിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. അത് കുഞ്ചക്കൻ്റെ ജോലിയാണ്. ആ ജോലി ഫ്രാൻസുകാർ അല്ലെങ്കിൽ ഫ്രാൻസ് ഭരണാധിപർ കുഞ്ചക്കനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാനുള്ള ജോലിയാണത്. അപ്പോൾ കുഞ്ചക്കൻ അങ്ങനെ പോകുന്നു. അവിടെ വേറൊരു കഥാപാത്രത്തെ കൂടി നിങ്ങൾ പരിചയപ്പെടണം. മലയൻ കടുങ്ങൻ എന്ന് പറയുന്ന ഒരു മന്ത്രവാദി. നേരത്തെ പറഞ്ഞു ഞാൻ. ഈ മലയൻ കടുങ്ങനെ നമ്മൾ ഓർക്കണം എന്താണെന്നറിയോ? മലയൻ കടുങ്ങനൊരു പ്രത്യേകതയുണ്ട്. മലയൻ കടുങ്ങൻ ഏതു കൊടിയ വിഷവും ഇറക്കുന്ന മഹാമാന്ത്രികനാണ്. മലയൻ കടുങ്ങൻ വിചാരിച്ചാൽ ഏത് സർപ്പത്തെയും, കടിച്ച സർപ്പത്തെ വിളിച്ചു വരുത്തിയിട്ട് വിഷമിറക്കുന്ന ശക്തിശാലിയായ ഒരു മാന്ത്രികനാണ് മലയൻ കടുങ്ങൻ എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. അത് പക്ഷേ ശരിയായില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് നമ്മുടെ കുറുമ്പി അമ്മയുടെ ഭർത്താവ് എന്നെ പാമ്പ് കടിക്കുന്നു. പാമ്പ് കടിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഒരു മഴ പെയ്ത വൈകുന്നേരം തേങ്ങകളെല്ലാം പറമ്പിലെല്ലാം നിറഞ്ഞ് വെള്ളത്തോടു കൂടി കിടക്കുന്നതിനിടയിൽ 1 മിനിറ്റ് പോലും നിൽക്കാതെ കോണകവും എടുത്ത് തേങ്ങ പെറുക്കി കൂട്ടാനായിട്ട് പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ പാമ്പ് കടിക്കുന്നു. പാമ്പ് കടിച്ച ഈ പറഞ്ഞ കുഞ്ചക്കനൻ, നമ്മുടെ മലയൻ കടുങ്ങൻ്റെ അടുത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. അവിടെ എത്തുന്നതിന് ശേഷം മരണപ്പെട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു കഥാപാത്രം ഈ എല്ലാ നാട്ടിലും ഉണ്ട്. ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന തരത്തിലുള്ളൊരു കഥാപാത്രത്തെ നമ്മുടെ മുമ്പിൽ വളരെ ചെറിയൊരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുകയാണ് ആ നോവലിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കഥാപാത്രങ്ങളെ എല്ലാം കൂടി ഒരുമിച്ച് കേട്ടാൽ നിങ്ങൾക്ക് അതൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ കഥാപാത്രങ്ങളുടെ ഒരു ചെറിയ സംക്ഷിപ്തം നമുക്ക് കിട്ടി. ഓരോ അധ്യായങ്ങളിലൂടെയും ഇനി നമ്മൾ കഥ ഇതൾ വിരിയുമ്പോൾ നിങ്ങൾക്ക് ഈ കഥാസന്ദർഭങ്ങളും കഥയിലെ പ്രധാനപ്പെട്ട ഇനി വരാൻ പോകുന്ന കഥാപാത്രങ്ങളെയും സാഹചര്യങ്ങളെയും പരിചയപ്പെടാൻ ഈ ആദ്യത്തെ
എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ്. എല്ലാ മക്കൾക്കും അടുത്ത വർഷം ഈ പറഞ്ഞ നോവലിന് പൂർണ്ണമായും 1 മാർക്ക് പോലും പോകാതെ ലഭിക്കുവാനുള്ള ഒരു ക്ലാസ്സായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളും സശ്രദ്ധം നിങ്ങൾ വീക്ഷിക്കുക. ശ്രദ്ധാപൂർവം ഇരുന്നാൽ ഒരു നോവൽ എങ്ങനെ നിങ്ങൾ വായിച്ചു തീർന്നതായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ പുസ്തകം തരുമ്പോൾ തോന്നുകയുള്ളൂ. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.